ലാസ്റ്റ് ചെയ്തത് എക്സ് പ്ലസ് വൈ കൺവേർജസ് ടു സ്മോൾ എക്സ് പ്ലസ് വൈ, അതുപോലെ സീക്വൻസ് ക്യാപിറ്റൽ എക്സ് മൈനസ് ക്യാപിറ്റൽ വൈ കൺവേർജസ് ടു സ്മോൾ എക്സ് മൈനസ് സ്മോൾ വൈ. അത് നിങ്ങളോട് ഹോംവർക്കായിട്ട് ചെയ്യാൻ പറഞ്ഞു. ഇനി നമുക്ക് ക്യാപിറ്റൽ എക്സ് ഇൻറ്റു ക്യാപിറ്റൽ വൈ കൺവേർജസ് ടു പ്രൂവ് ദാറ്റ് ക്യാപിറ്റൽ എക്സ് വൈ കൺവേർജസ് ടു സ്മോൾ എക്സ് വൈ, ദാറ്റ് ഈസ് എക്സ് എൻ വൈ എൻ കൺവേർജസ് ടു എക്സ് വൈ എന്ന് പ്രൂവ് ചെയ്യണം. നൗ മോഡ് എക്സ് എൻ വൈ എൻ മൈനസ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഇതിനെ ഞാൻ ഇങ്ങനെ എഴുതി, എക്സ് എൻ വൈ എൻ മൈനസ് എക്സ് എൻ വൈ പ്ലസ് എക്സ് എൻ വൈ മൈനസ് എക്സ് വൈ. എന്ത് ചെയ്തു? ആഡ് ചെയ്തു. എക്സ് എൻ വൈ സബ്സ്ട്രാക്ട് ചെയ്തു, ആഡും ചെയ്തു. അപ്പോൾ കുഴപ്പമില്ലല്ലോ, ഇത് രണ്ടും ക്യാൻസലായി പോകും. അപ്പോൾ എന്താ? മൈനസ് തന്നെ വരിക, വിച്ച് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് എൻ വൈ എൻ മൈനസ് എക്സ് എൻ വൈനെ ഞാൻ എക്സ് എൻ പുറത്തെടുത്താൽ എക്സ് എൻ ഇൻറ്റു സീക്വൻസ് എക്സ് എൻ അല്ല, ടേം എക്സ് എൻ ആണ്. എക്സ് എൻ ഇൻറ്റു വൈ എൻ മൈനസ് വൈ പ്ലസ് വൈ ഇൻറ്റു എക്സ് എൻ മൈനസ് എക്സ്. ഇതാ ആദ്യം എന്ത് ചെയ്തു? എക്സ് എൻ വൈ എൻ മൈനസ് എക്സ് എൻ വൈനെ ഇതിൽ ആദ്യം പുറത്തെടുത്ത് എക്സ് എന്നിനെ പുറത്തെടുത്ത് എക്സ് എൻ പുറത്തെടുത്തപ്പോൾ എക്സ് എൻ ഇൻറ്റു വൈ എൻ മൈനസ് വൈ വന്ന്, ഇവിടെ വൈ പുറത്തെടുത്തു, എക്സ് എൻ മൈനസ് എക്സും വന്ന്. ഇതിനെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് എൻ ഇൻറ്റു വൈ എൻ മൈനസ് വൈ പ്ലസ് മോഡുലസ് ഓഫ് വൈ ഇൻറ്റു എക്സ് എൻ മൈനസ് എക്സ്, വിച്ച് ഈസ് ഈക്വൽ ടു മോഡ് എക്സ് എൻ ഇൻറ്റു മോഡ് വൈ എൻ മൈനസ് വൈ പ്ലസ് മോഡ് വൈ ഇൻറ്റു മോഡ് എക്സ് എൻ മൈനസ് എക്സ്. ഇപ്പം നമ്മൾ കഴിഞ്ഞ പ്രൂഫും ഇതും തമ്മിൽ എന്താ വ്യത്യാസം? കഴിഞ്ഞ പ്രൂഫിൽ ഇവിടെ എന്തേ ഉണ്ടായിരുന്നു? ഇങ്ങനൊരു ടേം ഒന്നും ഉണ്ടായിരുന്നില്ല. മോഡ് എക്സ് എൻ മൈനസ് എക്സ്, മോഡ് വൈ എൻ മൈനസ് വൈ എന്നൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എക്സ് എൻ കൺവേർജസ് ടു എക്സ് ആയതുകൊണ്ട് ഇത് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആക്കുക, ഇതും ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആക്കുക. വൈ എൻ കൺവേർജസ് ടു വൈ ആയതുകൊണ്ട് രണ്ടും നമുക്ക് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആക്കാം. അപ്പോൾ ലെസ് ദാൻ എപ്സിലോൺ ആവുന്നതാണ് കഴിഞ്ഞ തിയറത്തിൽ. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ മോഡ് വൈ ഉണ്ട് പ്രശ്നക്കാരനായിട്ട്, ഇവിടെ ഒരു മോഡ് എക്സ് എൻ ഉണ്ട്. പക്ഷെ അത് നമുക്കൊരു പ്രശ്നമല്ല. അത് എപ്പോഴാണ് പ്രശ്നമാകുക വെച്ചത്? ഇൻഫിനിറ്റിയിലേക്കൊക്കെ പോകുമ്പോഴേ നമുക്ക് പ്രശ്നമുള്ളൂ. ഇതൊരു ഫൈനൈറ്റ് ആണെന്ന് തെളിയിച്ചാൽ പ്രശ്നമില്ല. മോഡ് വൈ ഫൈനൈറ്റ് ആണ്. എന്താ കാരണം? വൈ എൻ കൺവേർജസ് ടു വൈ ആണ്. വൈ എന്നിൻ്റെ ലിമിറ്റാണത്. അതൊരിക്കലും എന്തായാലും ഇൻഫിനിറ്റ് വരില്ല, ഫൈനൈറ്റ് സീക്വൻസ് ആണ്. വൈ എൻ കൺവേർജ് ടു റിയൽ നമ്പർ വൈ എന്നാണ് നമ്മൾ അസംഷൻ തന്നെ. വൈ എൻ കൺവേർജ് ചെയ്യുന്ന ഒരു റിയൽ നമ്പർ വൈയിലേക്ക്. അപ്പോൾ വൈ ഇത് കുഴപ്പമില്ല. ഇനി ഇതോ എക്സ് എൻ നമുക്ക് ചിലപ്പോൾ നാച്ചുറൽ നമ്പർ എന്നുള്ള സീക്വൻസ് ആണെങ്കിലോ, എക്സ് എൻ എന്നുള്ളത് ഒരു നാച്ചുറൽ നമ്പറിൻ്റെ സീക്വൻസ് ആണെങ്കിലോ അത് നിൽക്കാതെ പോലെ എക്സ് എൻ എപ്പോഴെങ്കിലും ഒരു 100 500 ഇവിടെ നിൽക്കുമോ? നിൽക്കാതെ പോലെ. പക്ഷേ ഇവിടെ ഒരിക്കലും നാച്ചുറൽ നമ്പർ ഒന്നും വരില്ല എന്നർത്ഥം. കാരണം നമുക്ക് തന്ന സീക്വൻസ് കൺവേർജൻ്റാണ്. കൺവേർജൻറ്റ് സീക്വൻസ് എന്താണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയാണ് നമ്മൾ ലിമിറ്റ് തിയറത്തിൻ്റെ തൊട്ട് മുന്നേ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. എല്ലാ കൺവേർജൻറ്റ് സീക്വൻസുകളും ബൗണ്ടഡ് ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മോഡ് എക്സ് എൻ എന്തായിരിക്കും? മോഡ് എക്സ് എന്നിൽ മാക്സിമം ഒരു നമ്പർ ഉണ്ട്, ലെസ് ദാൻ ഒരു സമയം എം. ചിലപ്പോൾ എം ഒരു 1 crore ആയിരിക്കും, 1 കോടിയാവും. എന്തായാലും 1 കോടി എന്നുള്ളൊരു ഫൈനൈറ്റ് നമ്പർ ഇതിനും വെക്കാൻ പറ്റും. ഇതൊരു 1 കോടിനേക്കാളും ചെറുതായിരിക്കും. അതേപോലെ ഇതും അതേപോലെ തന്നെ ഒരു പ്രത്യേക നമ്പറിനേക്കാൾ ചെറുതായിരിക്കും. അപ്പോൾ നമുക്ക് പ്രശ്നമില്ല. അതുകൊണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോവുകയാണ്, സിൻസ് എക്സ് എൻ കൺവേർജസ് ടു എക്സ്, xn converges to x, xn is bounded. Therefore, there exists an m1 greater than 0 such that mod xn less than or equal to m1 for every n element of n. Modulus of xn less than or equal to m1 വരും, കാരണം അത് ബൗണ്ടഡ് ആയതുകൊണ്ട്. Let capital M equal to മാക്സിമം ഓഫ് ഇതെടുക്കുക. M1 ആണോ വലുത്, മോഡ് വൈ ആണോ വലുത് നോക്കുക. എന്നിട്ട് അതിലെ ആരാ വലുത് വെച്ചാൽ അതിനെ ക്യാപിറ്റൽ എം എന്ന് വിളിക്കുക. അങ്ങനെയാണ് കോമൺ ആയിട്ട് നമുക്ക് ഇവിടെ എന്ത് കൊടുക്കുക? ക്യാപിറ്റൽ എം ഇവിടെയും കൊടുക്കുക, ഇവിടെയും കൊടുക്കുക, വലുതിനെ ഇവിടെ കൊടുക്കുക. അപ്പോൾ ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ഉണ്ടാവും. ഈ വലത്തെ സൈഡ് ഒന്നും കൂടി വലുതാവും എപ്പോൾ? ഇതിൻ്റെയും മാക്സിമം ഇവിടെ കൊടുക്കുമ്പോൾ. മോഡ് എക്സ് എന്നിൻ്റെക്കാളും മോഡ് എക്സ് എൻ ഇപ്പോൾ 100ഉം മോഡ് എക്സ് എൻ 1 കോടിയും മോഡ് വൈ 2 കോടിയാന്ന് വിചാരിക്കുക. അങ്ങനെയാണ് രണ്ടിൻ്റെയും കൂടി മാക്സിമം ആയ 2 കോടി ഇവിടെ കൊടുത്താൽ എന്താ സംഭവിക്കുക? ഈ വലത്തെ സൈഡ് അങ്ങോട്ട് വലുതാവും. വലത്തെ സൈഡ് വലുതായി എന്ന് വിചാരിച്ചാൽ നമുക്ക് പ്രശ്നം ഇല്ല. ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളത് കിട്ടിയാൽ മതി നമുക്ക്. അൾട്ടിമേറ്റ്ലി നമുക്ക് ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. ഓക്കെ, സിൻസ് എക്സ് എൻ കൺവേർജസ് ടു എക്സ്,
അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ എന്തെടുത്തിട്ടുണ്ടാവും, ലെറ്റ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ബി ആർബിട്രറി എടുത്തിച്ചിണേ. എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ബി ആർബിട്രറി. അപ്പോൾ ടു പ്രൂവ് ദാറ്റ് xy കൺവേർജസ് ടു x ഓർ xn കൺവേർജസ് ടു xy, ലെറ്റ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ബി ആർബിട്രറി. എന്നിട്ടാണ് നമ്മൾ നൗ എന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് സിൻസ് xn converges to x for the above epsilon greater than 0, there exists a k1 such that mod xn minus x less than epsilon by 2m. എപ്സിലോൺ ബൈ എന്ത് നമ്പർ, എപ്സിലോൺ എത്ര ചെറിയ എപ്സിലോൺ എടുത്താലും അതിന് ഒരു കെ കിട്ടും. നമുക്ക് ഈ എപ്സിലോൺ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിൽ എന്ത് വിചാരിച്ചാൽ മതി, എഴുതുമ്പോൾ നമ്മൾ രസമായിട്ട് ഇങ്ങനെ എഴുതുകയുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെയും വേണം എഴുതാം. ഫോർ ദ എബോ എപ്സിലോൺ കോമ എപ്സിലോൺ ബൈ 2m കൺസിഡർ ചെയ്യുക. എപ്സിലോൺ ബൈ 2m എന്ന് പറഞ്ഞ റിയൽ നമ്പറിന് എന്തുണ്ടാവും, ദെയർ എക്സിസ്റ്റ് എ k1 സച്ച് ദാറ്റ് ദിസ് ഈസ് ലെസ് ദാൻ ദാറ്റ് നമ്പർ. അപ്പോൾ ഡെൽറ്റ ആയിട്ട് എടുത്താൽ മതി. ഡെൽറ്റ ഈക്വൽ ടു എപ്സിലോൺ ബൈ 2m എടുത്താൽ മതി. എത്ര ചെറിയ ഡെൽറ്റ എടുത്താലും, എത്ര ചെറിയ എപ്സിലോൺ എടുത്താലും അതിലും കുറയ്ക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ എത്ര ചെറിയ ഡെൽറ്റ എടുത്താലും അതിലും കുറയ്ക്കാൻ പറ്റുന്ന അർത്ഥം. അപ്പോൾ ഡെൽറ്റ ആയിട്ട് എന്തെടുത്താൽ മതി, എപ്സിലോൺ ബൈ 2m. ഇപ്പോൾ m 2 കോടിയാണെങ്കിൽ എപ്സിലോൺ ബൈ 2 × 2 കോടി, എപ്സിലോൺ ബൈ 4 കോടി എന്ന് വരും. എപ്സിലോണിനെ 4 കോടി കൊണ്ട് അടിച്ചാൽ വീണ്ടും ചെറിയ സംഖ്യ ഉണ്ടാവുക. ആയിക്കോട്ടെ, എത്ര ചെറിയ സംഖ്യ എടുത്താലും ഇവർ കൺവേർജ് ചെയ്യണോണ്ട് എക്സിന് എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നതുകൊണ്ട് എത്ര ചെറിയ സംഖ്യനേക്കാളും കുറയ്ക്കാൻ പറ്റും അവർ തമ്മിലുള്ള വ്യത്യാസം ഒരു സ്റ്റേജിന് ശേഷം. അപ്പോൾ k1 ശേഷം ഫോർ എവരി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k1 ശേഷം ഇതിനെ എത്ര വേണമെങ്കിലും കുറയ്ക്കാൻ പറ്റും. ഇനി yn കൺവേർജസ് ടു y ആയതുകൊണ്ട് ഓൾസോ yn converges to y implies for the above epsilon greater than 0 there exists k2 belongs to n such that modulus of yn minus y less than epsilon by 2m for every n greater than or equal to k2. Take k equal to maximum of k1 comma k2. Then ഇത് നമുക്ക് ഇവിടെ നേരത്തെ ഇങ്ങനെ എഴുതാം, മോഡ് xn yn മൈനസ് xy. ഇതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് വേണം വിളിക്കുക. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ചാൽ ദെൻ ഫ്രം 1 മോഡുലസ് ഓഫ് xn yn മൈനസ് xy ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് xn ആരെക്കാൾ കുറവാണ്, എമ്മിനേക്കാൾ കുറവാണ്, m ഇൻറ്റു എപ്സിലോൺ ബൈ 2 മോഡ് m പ്ലസ് വൈ. മോഡ് വൈ ആരെക്കാൾ ചെറുതാണ്, മോഡ് വൈനേക്കാളും വലുത്, മോഡ് വൈയോ അതിൽ കൂടുതലോ ആണ് ക്യാപിറ്റൽ എം. അപ്പോൾ മോഡ് വൈക്ക് പകരം അതിനും വലുത് കൊടുക്കും. ഇവിടെ ലെസ് താൻ ഓർ ഈക്വൽ ടു കൊടുത്താൽ ലെസ് താൻ കൊണ്ട് നമുക്ക് സ്ട്രിക്ട്ലി ലെസ് താൻ തന്നെ ആക്കാം, അവിടെ വലുതാകുന്നതുകൊണ്ട്. അപ്പോൾ എന്തൊരു മോഡ് വൈക്ക് പകരം നമുക്ക് എം കൊടുക്കുക. അവിടെ വലുതാകുന്നുണ്ടല്ലോ, ഇവിടെ വലുത് എന്നുള്ള ചിഹ്നം കൊടുത്തതുകൊണ്ട് ഇവിടെ എത്ര വലുതും നമുക്ക് കൊടുക്കാം റൈറ്റ് സൈഡിൽ. ഇതിന് പകരം അതിനും വലുത് കൊടുത്ത് എം കൊടുത്ത് എം ഇൻറ്റു xn മൈനസ് എക്സോ xn മൈനസ് എക്സ് ലെസ് താൻ എപ്സിലോൺ ബൈ 2 മോഡ് എം ആണ്. 2 മോഡ് m, സോറി 2 മോഡ് m ഇല്ല, 2m വിച്ച് ഈസ് ഈക്വൽ ടു m ക്യാൻസൽ ചെയ്താൽ എപ്സിലോൺ ബൈ 2 വരും, m ക്യാൻസൽ ചെയ്താൽ എപ്സിലോൺ ബൈ 2 പ്ലസ് എപ്സിലോൺ ബൈ 2 ഈക്വൽ ടു എപ്സിലോൺ. ദെയർഫോർ അപ്പോൾ ഇവിടെ ഫോർ എവരി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k ഉണ്ട് കേട്ടോ. ഇവിടെ ഫോർ എവരി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k മോഡ് xn yn മൈനസ് xy ലെസ് ദാൻ എപ്സിലോൺ. ദെയർഫോർ xn yn കൺവേർജസ് ടു xy. xn yn കൺവേർജസ് ടു xy. ഇതാണ് സെക്കൻഡ് നമ്മളെ പ്രൊഡക്റ്റിൻ്റെ പ്രൂഫ്. ഇനി നിങ്ങൾക്ക് CX കൺവേർജസ് ടു C ഇൻറ്റു സ്മോൾ എക്സ് എന്നുണ്ട്. രണ്ട് വിധത്തിൽ നിങ്ങൾക്ക് ഇത് പ്രൂവ് ചെയ്യാം. ഒന്നുകിൽ C ആയിട്ട് നിങ്ങൾക്ക് എന്തൊരു സീക്വൻസ് എടുക്കുക, C എക്സെട്ര എന്നുള്ള സീക്വൻസ് എടുക്കുക, C ആയിട്ട്, ക്യാപിറ്റൽ C ആയിട്ട്. അപ്പം ഇത് XN-ഉം അല്ലെങ്കിൽ ഇത് YN എന്നുള്ള സീക്വൻസും ആക്കി ഇടുക. എക്സിന് x1 x2 x3 എന്ന് പറഞ്ഞ സീക്വൻസ് ആണ് എക്സ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ ഈ രണ്ട് ടീമിൻ്റെ ഈ രണ്ട് സീക്വൻസിൻ്റെ പ്രൊഡക്റ്റ് കഴിഞ്ഞ തൊട്ട് മുന്നേ നമ്മൾ പ്രൂവ് ചെയ്തത് പ്രകാരം എക്സും വൈ രണ്ട് സീക്വൻസുകളാണെങ്കിൽ XY കൺവേർജ് ചെയ്യുക അതിൻ്റെ സ്മോൾ എക്സ് സ്മോൾ വൈയിലേക്ക്. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് എന്താ, കോൺസ്റ്റന്റ് സീക്വൻസിൻ്റെ ലിമിറ്റ് എന്താ, എപ്പോഴും അതേ കോൺസ്റ്റന്റ് തന്നെയാണ് C. ഈ ലിമിറ്റിന് ഈ x1 x2 x3ൻ്റെ ലിമിറ്റോ CXലേക്ക് കൺവേർജ് ചെയ്യും. അപ്പോൾ കഴിഞ്ഞ തിയറത്തിൽ ഇപ്പോഴത്തെ ക്യാപിറ്റൽ സീനൊക്കെ പകരം CC എന്നുള്ള സീക്വൻസ് എടുത്താലും മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു ഇൻഡിപെൻഡൻറ്റ് പ്രൂഫ് തന്നെ എഴുതാൻ പറ്റും. ഇൻഡിപെൻഡൻറ്റ് പ്രൂഫ് നിങ്ങൾ എക്സസൈസ് ആയിട്ട് ചെയ്യുക. എക്സസൈസ് ആയിട്ട് നിങ്ങൾ ഇൻഡിപെൻഡൻറ്റ് പ്രൂഫ് ചെയ്യുക. എങ്ങനെ, മോഡുലസ് ഓഫ് CXN മൈനസ് CX
ഇതിങ്ങനെ എഴുതി വന്നിട്ട് ഇതൊന്നുമില്ല ചെയ്യാൻ. സി പുറത്തെടുത്താൽ സി ഇൻറ്റു മോഡ് എക്സ് എൻ മൈനസ് എക്സ് എന്ന് എഴുതും. ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു അപ്സിലോൺ ബൈ മറ്റേനെ മോഡ് എക്സ് എൻ മൈനസ് എക്സിനെ അപ്സിലോൺ ബൈ 2c നിർത്താൽ മതി. അപ്സിലോൺ ബൈ സി നിർത്താൽ മതി. അപ്പോൾ അപ്സിലോൺ സിയും ക്യാൻസൽ ചെയ്താൽ ഇത് അപ്സിലോൺ എന്ന് കിട്ടും. അപ്പോൾ എക്സ് എൻ മൈനസ് എക്സ്. അപ്പോൾ നിങ്ങൾ ആ പ്രൂഫ് എഴുതുക. ഓക്കെ, അത് നിങ്ങൾക്ക് എക്സസൈസ് ആണ്. സി എക്സ് എൻ കൺവേർജ് സി എക്സ് എന്നുള്ളതിന് ഇൻഡിപെൻഡൻറ്റ് പ്രൂഫ് ഉണ്ടാക്കാൻ. ഇനി ലാസ്റ്റ് വൺ വെരി ഇമ്പോർട്ടൻറ്റ്, വേറൊരു വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാലാമത്തെ അല്ലെങ്കിൽ ബി, നമ്മളെ തിയറത്തിൻ്റെ ബി കേസ്. തിയറത്തിൻ്റെ ബി പറയുന്നത് എന്താ? സെഡ് എൻ കൺവേർജസ് ടു സെഡ് ആണ്. സെഡ് നോട്ട് ഈക്വൽ ടു 0 ആണ്. അതായത് സെഡ് എൻ ഒന്നും 0 അല്ല, സെഡിനുകളൊന്നും 0 അല്ല, സെഡ് നോട്ട് ഈക്വൽ ടു 0 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് വി പ്രൂവ് ദാറ്റ് 1/Zn converges to 1/Z. 1/Zn converges to 1/Z എന്ന് നമ്മൾ പ്രൂവ് ചെയ്യുള്ളൂ. അത് മതി. ഇനഫ് ടു പ്രൂവ് ദാറ്റ് 1/Zn converges to 1/Z. പിന്നെ ഇത് കിട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും എന്നറിയോ? നമുക്കറിയാം എക്സ് കൺവേർജസ് ടു എക്സും Zn converges to Z ആകുമ്പോഴൊക്കെ 1/Zn converges to 1/Z ആണെങ്കിൽ 1/Zn converges to 1/Z ആണെങ്കിൽ ഇവരുടെ പ്രൊഡക്റ്റ് അങ്ങോട്ട് കൺവേർജ് ചെയ്യും. എക്സ് ഇൻറ്റു 1/Zn, എക്സ് ഇൻറ്റു 1/Zn എന്ന് പറഞ്ഞാൽ 1/Z എന്നുള്ള സീക്വൻസ് ആട്ടോ. 1/Z എന്ന ക്യാപിറ്റൽ സീക്വൻസ് 1/Z എന്ന സീക്വൻസ് 1/Z കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ എക്സ് ഇൻറ്റു 1/Z എങ്ങോട്ട് കൺവേർജ് ചെയ്യും? എക്സ് ഇൻറ്റു 1/Z എന്ന സീക്വൻസ് സ്മോൾ എക്സ് ഇൻറ്റു സ്മോൾ 1/Z കൺവേർജ് ചെയ്യും. ദാറ്റ് ഈസ് ക്യാപിറ്റൽ X/Z കൺവേർജസ് ടു സ്മോൾ X/Z എന്ന് കിട്ടും. അപ്പോൾ അത്ര മതി. 1/Zn കൺവേർജസ് ടു 1/Z എന്ന് നമ്മൾ പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, ഇറ്റ് ഈസ് ഇനഫ് ടു പ്രൂവ് ദാറ്റ് 1/Zn കൺവേർജസ് ടു 1/Z. ഓക്കെ, നൗ ലെറ്റ് ആൽഫ ഈക്വൽ ടു മോഡ് Z/2 ഗ്രേറ്റർ ദാൻ 0. നമുക്കറിയാം സെഡ് എന്ന് പറഞ്ഞാൽ ലിമിറ്റാണിത്. ആ ലിമിറ്റിൻ്റെ മോഡുലസ് എടുത്താൽ അത് എന്തായാലും പോസിറ്റീവ് ആയിരിക്കും. അത് /2 ചെയ്താൽ എന്തായാലും പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, Zn ഒന്നും 0 സീക്വൻസ് അല്ലാത്തത് കൊണ്ട് Z 0 അല്ലാന്ന് ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ മോഡുലസ് എന്തായാലും ഗ്രേറ്റർ ദാൻ 0 വരുള്ളൂ. മോഡുലസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എപ്പോഴും വരുള്ളൂ. 0 അല്ല എന്ന് പറയുന്നുണ്ട്, അതുകൊണ്ട് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 0 ആണ് മോഡ് Z. അതുകൊണ്ട് അതിനെ രണ്ടുകൊണ്ട് ഹരിച്ചാലും സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അപ്പോൾ അപ്സിലോൺ പോലെ നമ്മളൊരു ആൽഫ എടുക്കുകയാണ്. ആൽഫ പോസിറ്റീവ് ആയിരിക്കും. സിൻസ് Zn converges to Z for this alpha greater than 0, there exists a k1 belongs to natural numbers such that modulus of Zn minus Z less than alpha for every n greater than or equal to k1, which implies minus alpha less than Zn minus Z less than alpha, which implies ഇതിനു മുന്നേ ഞാൻ ഇങ്ങനെ എഴുതി വേണ്ട. implies മോഡ് Zn മൈനസ് മോഡ് Z ലെസ് താൻ ആൽഫ എന്ന് കിട്ടും. ഇവിടുന്ന് നിങ്ങൾ ഇവിടെ എത്തിക്കണം. ഇതിൽ നിങ്ങൾ ആവശ്യമായ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു കെട്ടതിന് ശേഷം നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കണം. 1/Zn ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2/mod Z. ഇതിന് തൊട്ട് മുന്നത്തെ സ്റ്റെപ്പിൽ ഇങ്ങനെ കിട്ടും. Zn ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് Zn 1/mod Zn ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2/mod മോഡ് Zn ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് Z/2. ആൽഫ പ്ലസ് മോഡ് Z. ഇവിടുന്ന് നെഗറ്റീവ് കൊടുത്താൽ മോഡ് Z മൈനസ് മോഡ് Zn ഗ്രേറ്റർ ദാൻ മൈനസ് ആൽഫ. അപ്പോൾ ആൽഫ പ്ലസ് മോഡ് Z, ആൽഫ മൈനസ് മോഡ് Z. ഇവിടെ നിങ്ങൾ ഫില്ല് ചെയ്യണം. ഇവിടെ നിങ്ങൾ ഫില്ല് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും മോഡ് Zn ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് Z/2 എന്ന് കിട്ടും. അപ്പോൾ 1/Zn റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 1/Zn ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2/mod Z എന്ന് കിട്ടും. ഇക്വേഷൻ നമ്പർ 1. ഓക്കെ,
minus alpha less than or equal to minus of mod Zn. Minus alpha less than or equal to mod Z. Mod Zn minus Z less than or equal to mod Zn minus mod Z. ഇവിടെ നിന്ന് ഇങ്ങനെ കിട്ടും. ഇതിൻ്റെ തൊട്ട് മുന്നത്തെ സ്റ്റെപ്പിൽ നമുക്ക് ഇങ്ങനെ കിട്ടും. മോഡ് Z മൈനസ് ആൽഫ, മോഡ് Z മൈനസ് ആൽഫ ലെസ് താൻ ഓർ ഈക്വൽ ടു മോഡ് Z എന്ന് കിട്ടും. മോഡ് Z മൈനസ് ആൽഫ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇവിടെ നിന്ന് ഇങ്ങനെ കിട്ടും. മോഡ് Z മൈനസ് ആൽഫ എന്ന് പറഞ്ഞാൽ മോഡ് Z/2 ആണ്. ലെസ് താൻ ഓർ ഈക്വൽ ടു മോഡ് Zn. ദാറ്റ് ഈസ് മോഡ് Z മൈനസ് മോഡ് Z/2 എന്ന് പറഞ്ഞാൽ മോഡ് Z/2 ലെസ് താൻ ഓർ ഈക്വൽ ടു മോഡ് Zn. മോഡ് Zn അതാണിത്. മോഡ് Zn ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് Z/2. മോഡ് Zn ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് Z/2. ഓക്കെ, ഇങ്ങനെ കിട്ടും. അപ്പം 1 മോഡ് Zn ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 മോഡ് Z എന്ന് കിട്ടും. 1 മോഡ് Zn ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 മോഡ് Z. ഇനി 1 മോഡ് Zn ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 മോഡ് Z. 1 മോഡ് Zn ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 മോഡ് Z എന്ന് കിട്ടി. ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, for every n greater than or equal to k1. k1ന് ശേഷമാണ് ഇത് ശരിയാവുന്നത്. Now 1/Zn minus 1/Z എന്താ നോക്കുക, which is equal to Z minus Zn, Z into 1 minus Zn into 1, Zn by Zn into Z, which is equal to mod Z minus Zn by mod Zn into mod Z, which is equal to mod Zn minus Z. Mod A minus B is equal to mod B minus A. ഇതിനെ തിരിച്ചിടാം. mod Zn minus Z by mod Zn into mod Z, which is less than or equal to mod Zn minus Z divided by, ഇവിടെ ഒരു mod Z ഉണ്ട്. 1 mod Zn പകരം നമുക്ക് എന്ത് ചെയ്യാം? 1 mod Zn പകരം 1 mod Zn പകരം നമുക്ക് എന്ത് കൊടുക്കുക? 2 mod Z കൊടുക്കുക. അവിടെ ലെസ് താൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട് ഇൻറ്റു 2 mod Z, വിച്ച് ഇസ് ഈക്വൽ ടു 2 mod Z സ്ക്വയർ ഇൻറ്റു 2 mod Z സ്ക്വയർ ഇൻറ്റു mod Zn മൈനസ് Z. അങ്ങനെയാണെങ്കിൽ ഇനി Zn മൈനസ് Z എന്താ? ലെസ് ദാൻ അപ്സിലോൺ ഇൻറ്റു മോഡ് Z സ്ക്വയർ ബൈ 2 ചെയ്താൽ മതി. അപ്സിലോൺ ഇൻറ്റു മോഡ് Z സ്ക്വയർ ബൈ 2 ചെയ്യുമ്പോൾ ആ മോഡ് Z സ്ക്വയർ ഈ മോഡ് Z സ്ക്വയർ ക്യാൻസൽ ആയി പോകും. 2 ക്യാൻസൽ ആയി പോകും. ഇവിടെ അപ്സിലോൺ എന്ന് കിട്ടും. Zn മൈനസ് Z, Zn Zലേക്ക് കൺവേർട്ട് ചെയ്യുന്നതുകൊണ്ട് എത്ര വേണമെങ്കിലും ചുരുക്കാൻ നമുക്ക് പറ്റും. ഇൻ പർട്ടിക്കുലർ അപ്സിലോൺ ഇൻറ്റു മോഡ് Z സ്ക്വയർ ബൈ 2 ചുരുക്കാൻ പറ്റും. മോഡ് Z എന്നൊക്കെ പറയുന്നത് എന്താ? ഒരു ഫിക്സഡ് നമ്പറാണ്. നമുക്ക് ഓൾറെഡി ഫസ്റ്റ് തന്നെ തന്നെ Zn Zലേക്ക് കൺവേർട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതൊരു ഫിക്സഡ് നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. Z 10ലേക്കോ 5ലേക്കോ അല്ലെങ്കിൽ 0.5ലേക്കോ അങ്ങനെ ഒരു പ്രത്യേക ഒരു ഫിക്സഡ് നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യും. ആ ഫിക്സഡ് നമ്പറാണ് Z. അപ്പോൾ ആ ഫിക്സഡ് നമ്പർ അപ്സിലോൺ ഇൻറ്റു ആ ഫിക്സഡ് നമ്പർ സ്ക്വയർ ബൈ 2. ഫിക്സഡ് നമ്പർ 0.5 ആണെങ്കിൽ അപ്സിലോൺ ഇൻറ്റു 0.5 സ്ക്വയർ ബൈ 2 കിട്ടും. അത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കിട്ടി. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. സിൻസ് Zn converges to Z for epsilon greater than 0, there exists a K2 belongs to N such that mod Zn minus Z less than epsilon into mod Z square by 2 for every n greater than or equal to K2. നമുക്ക് Zn മൈനസ് Zനെ എത്ര വേണമെങ്കിലും ചെറുതാക്കാം. ഇൻ പർട്ടിക്കുലർ അപ്സിലോൺ ഇൻറ്റു മോഡ് Z സ്ക്വയർ ബൈ 2 ചെറുതാക്കാം. എത്ര വേണമെങ്കിലും ചെറുതാക്കാം, ഇതിനേക്കാളും ചെറുതാക്കാം Zn Zലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് കൊണ്ട്. ഓക്കെ, നൗ ചൂസ് K ഈക്വൽ ടു മാക്സിമം ഓഫ് K1, K2. കാരണം ഇത് രണ്ടും കൂടി നടക്കണമല്ലോ. ഇത് നടക്കുക എപ്പോഴാന്ന് വെച്ചാൽ K2ന് ശേഷം, രണ്ടാമത്തെ സ്റ്റേജിന് ശേഷം. നേരത്തെ നമ്മൾ പറഞ്ഞ ഇക്വേഷൻ നമ്പർ 1 നടക്കുക. നേരത്തെ നമ്മൾ എഴുതിയ 1/Zn ലെസ് താൻ ഓർ ഈക്വൽ ടു 2 mod Z, 1/Zn ലെസ് താൻ ഓർ ഈക്വൽ ടു 2 mod Z സ്ക്വയർ എന്നൊക്കെ എഴുതിയത് നടക്കുക K1ന് ശേഷമാണ്. അപ്പോൾ K1ഉം K2നെയും മാക്സിമം K എടുത്താൽ ദെൻ ഫോർ എവരി n ഗ്രേറ്റർ താൻ ഓർ ഈക്വൽ ടു K, 1 from 2 for every n greater than or equal to K,
മോഡുലസ് ഓഫ് 1/Zn minus 1/Z is less than or equal to epsilon into, നേരത്തെ നമുക്ക് ഇവിടെ എന്താ കിട്ടിയത്? എപ്സിലോൺ ഇൻറ്റു മോഡ് Zn മൈനസ് Z ഇതായിരുന്നു നേരത്തെ നമുക്ക് കിട്ടിയത്. ഇവിടെ നേരത്തെ നമുക്ക് കിട്ടിയത് ഇങ്ങനെ കിട്ടിയത് മോഡ് Zn മൈനസ് Z ബൈ 2 അല്ല 2 ഇൻറ്റു മോഡ് Zn മൈനസ് Z ബൈ മോഡ് Z സ്ക്വയർ ഇതാ കിട്ടിയത്, വിച്ച് ഈസ് ലെസ് ദാൻ 2 ബൈ മോഡ് Z സ്ക്വയർ ഇൻറ്റു മോഡ് Zn മൈനസ് Zന് എന്തെന്ന് എഴുതാം? മോഡ് Zn മൈനസ് Zന് പകരം എന്ത് കൊടുക്കുക? അപ്സിലോൺ ഇൻറ്റു മോഡ് Z സ്ക്വയർ ബൈ 2 എന്ന് കൊടുക്കുക. അപ്പോൾ ഇതും ക്യാൻസൽ ആവും, 2ഉം 2ഉം ക്യാൻസൽ ആവും, വിച്ച് ഈസ് ഈക്വൽ ടു അപ്സിലോൺ എന്ന് കിട്ടും. സോ 1/Zn മൈനസ് 1/Z ലെസ് ദാൻ അപ്സിലോൺ ഫോർ എവരി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k. ഫോർ എവരി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k ഇതിനെ നമുക്ക് 1/Zനെ നമുക്ക് ടി എൻ എന്ന് വിളിക്കുക. ടി എന്ന് മനസ്സിൽ വിചാരിച്ചാൽ ടി എൻ കൺവേർജസ് ടു ടി എന്ന് കിട്ടി. ദാറ്റ് ഈസ് ടി എൻ മൈനസ് ടി ലെസ് ദാൻ അപ്സിലോൺ ഫോർ എവരി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k എന്ന് കിട്ടി. അപ്പോൾ എന്തായി? therefore 1/Zn കൺവേർജസ് ടു 1/Z. 1/Zn converges to 1/Z. Now x converges to small x and xn converges to x. xn converges to x and 1/Zn converges to 1/Z. Therefore xn into 1/Zn by previous part ഓഫ് ദിസ് തിയറം. ഈ തിയറത്തിൻ്റെ തന്നെ പ്രീവിയസ് പാർട്ടിൽ നമ്മൾ തെളിയിച്ചിട്ടുണ്ട് xn ഇൻറ്റു 1/Zn എങ്ങോട്ട് കൺവേർജ് ചെയ്യും? x ഇൻറ്റു 1/Zലേക്ക് കൺവേർജ് ചെയ്യും. ദാറ്റ് ഈസ് xn ബൈ Zn കൺവേർജസ് ടു x ബൈ Z. ദാറ്റ് ഈസ് xn ബൈ Zn കൺവേർജസ് ടു x ബൈ Z. ദിസ് ഈസ് ദ പ്രൂഫ്. ഓക്കെ, നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.